ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ഫ്രണ്ട് കുട്ടിക്കാലം ഗ്രൂപ്പത്തെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് വന്നേക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ മറന്നല്ല, ടൈം ഉണ്ടായിരുന്നില്ല. സമയം ഇപ്പം തന്നെ 12:45. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഓക്കെ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിനാണ് പോയിരിക്കുന്നത്. പറളിയിലാണ്. നമ്മളെ കുട്ടിക്കാലം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ക്ഷണിച്ചു. വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരാൾ ഊട്ടി, ഒരാൾ എറണാകുളം, തൃശ്ശൂർ പറഞ്ഞ പോലെ അങ്ങനെ ആർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കുഞ്ഞൊരു കുട്ടി ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് പോയി ഗായ്സ്. വരാമെന്ന് പറഞ്ഞവരൊക്കെ പറ്റിച്ചു. ഞാൻ ഒറ്റയ്ക്ക് വന്നു ഗായ്സ്, വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നു. എന്താണ് ചെറുക്കനെയും പെണ്ണിനെയും ഉൾപ്പെടുത്താത്തതെന്ന് വിചാരിക്കേണ്ട. ഒരു ഭയങ്കര ഈമാൻ്റെ കട്ടകളാണ്. അവർക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്നെ തന്നെ വീഡിയോ എടുത്തു. നമ്മൾ ചെറിയൊരു യൂട്യൂബറാണല്ലോ. അപ്പം ഞാൻ എന്നെ തന്നെ വീഡിയോ എടുത്തു. അപ്പോൾ കുറച്ച് ചെറുതായി അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് എന്നാൽ ശരി ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുക്കൻ വന്നു, പെൺകുട്ടി വന്നു. പിന്നെ അറിയാലോ, അങ്ങനെ വിവാഹമൊക്കെ അടിപൊളിയായി കഴിഞ്ഞു ഗായ്സ്. നല്ല ചെറുക്കനും നല്ല പെൺകുട്ടി, രണ്ടും നല്ല രസമുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർന്ന് പറയുന്നത് പോലെ മാഷാ അല്ലാഹ്. എന്തായാലും മരണം വരെ സ്നേഹത്തോടെ കഴിയട്ടെ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും അറിയാമല്ലോ, കല്യാണത്തിന് തിരക്ക് എന്താണെന്ന്. പിന്നെ ഞാൻ ഒരു ലോഡ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട് ഗായ്സ്. കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ, വെറുതെ ഇനി വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ചൂടില്ല ഗൈസ്. മഴ കാരണം കൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല, ചൂടില്ല. മറ്റേ എവിടെ പോയാലും ഭയങ്കര ചൂടായിരിക്കും. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സ്കൂട്ടി ഓടിച്ചിട്ട് വരുമ്പോണ്ടല്ലോ നല്ല സുഖമായിരുന്നു. നല്ല മൂടിയൊരു ക്ലൈമറ്റും ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് വരുമ്പോണ്ടല്ലോ വേറെ ലെവലാണ്. ഒറ്റയ്ക്ക് ഓടിച്ച് വരുമ്പോണ്ടല്ലോ പറയണ്ട. എൻ്റെ ഫ്രണ്ട് സ്കൂളിൽ പഠിച്ച ഫ്രണ്ടൊന്നല്ല കേട്ടോ, നമ്മളെ മദ്രസ കുട്ടിക്കാലത്തെ ഫ്രണ്ടാണ്. അങ്ങനെ അവളുടെ മോളുടെ കല്യാണം കഴിഞ്ഞു. മാഷാ അല്ലാഹ്, സന്തോഷം. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. നല്ല ചൂടോടുള്ള ചിക്കൻ ബിരിയാണിയൊന്നും പിന്നെ എടുത്ത് പറയാൻ അവിടെ ഈത്തപ്പഴ അച്ചാർ അടിപൊളിയായിരുന്നു. ഞാൻ 3 ട്രിപ്പ് മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ പോയപ്പോൾ ഒരു കുഞ്ഞു പയ്യനെ പരിചയപ്പെട്ടു. നോക്കുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബറായി. ബിരിയാണി കഴിച്ച് വയറ് ഫുള്ളാക്കി ഗായ്സ്. ബിരിയാണി കഴിച്ച് ഈ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അപ്പം നിങ്ങൾക്ക് അവരെ കണ്ടാരൊക്കെയായിരുന്നത്. അതിൻ്റെ പുറകിൽ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ അവൻ്റെ പരിചയപ്പെട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ആ വരുന്ന ചെറുക്കൻ അവനൊരു ഇൻഫ്ലുവൻസറാണ്. അവനും വേറെ കുറച്ച് ടീമും വന്ന് എന്നോട് സംസാരിച്ചു. ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ്. എനിക്ക് ഭയങ്കര അത്ഭുതവും സന്തോഷമൊക്കെ. കാരണം എന്നെ പറയപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ലക്കിടി നേർച്ചയുടെ വീഡിയോ ഇട്ടിട്ട് ഇൻസ്റ്റയിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളിനെ ഒരാളെ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് കൂടി എന്നെ അറിയപ്പെടുക പറയുമ്പോൾ അത് ചെറിയൊരു കാര്യം നല്ല വലിയ കാര്യം. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ ഇപ്പോൾ എവിടെ നോക്കിയാലും നമ്മളെ മെയിൻ മഹാന്മാരിനെയാണല്ലോ. അപ്പോൾ എവിടെ നോക്കിയാലും ഫുട്ബോൾ ഫ്ലക്സുകളാണ്. ഇത് കണ്ണംപെരിയാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഗായ്സ്. ഇവരുടെ ഏട്ടന്മാരുടെ ഫ്ലക്സ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. എന്താ പേര് നിന്റെ? നിന്റെ സൂരജ്. എത്ര ആരും ഫ്ലക്സ് വെച്ചത്? ഏട്ടന്മാർ കണ്ടോ, ഇവരെ ഏട്ടന്മാർ വെച്ച ഫ്ലക്സാണ്. അങ്ങനെ പിള്ളേരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇന്ന് സംസാരിച്ച് ഞാനങ്ങനെ വന്നു. എന്തായാലും കല്യാണത്തിന് പോയി കൂടി ഫുഡ് കഴിച്ച് വരുന്ന വഴിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും എൻ്റെ ഫോളോ ചെയ്ത ആൾക്കാരിനെ കണ്ടു. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.